സുപ്രധാനമായ ദിനങ്ങളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. 1 മുതൽ തന്നെ നോമ്പ് സുന്നത്താണ്, ഉപേക്ഷിക്കൽ കറാഹത്താണ്. ഈ ദിവസങ്ങൾ അയ്യാമത്ത് തശ്രീഖൊക്കെ ഭയങ്കര ദിവസമാണ്. പെരുന്നാൾ ദിവസം ഏറ്റവും വലിയ, അതിലും വലിയ ദിവസം പറയുമ്പോഴാണ് അറഫ ദിവസം. അറഫ എന്താണ്? അടുത്ത ബുധനാഴ്ചയാണ്. ഒരു കൊല്ലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പകലാണ്. റമദാൻ മാസത്തിൽ പോലും അതിന് തുല്യമായ ഒരു പകൽ ഇല്ല എന്ന് പറയാം. പകലിൻ്റെ കൂട്ടത്തിലൊരു കൊല്ലത്തിലെ ഏറ്റവും മുന്തിയ പകൽ അറഫൻ്റെ പകലാണ്. അന്നത്തെ നോമ്പിനോട് കടപിടിക്കുന്നൊരു സുന്നത്ത് നോമ്പ് പറയതില്ല. എല്ലാവരും ഇപ്പോൾ മുഹറം നോമ്പാണ് ഈ കാരം 10ൻ്റെ കാരം വലിയ നോമ്പായിട്ട് കരുതിയിരിക്കുന്നത്. അത് ഭയങ്കരമാണ്. അസുറത് ഒരു കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കും. ഇതോ കഴിഞ്ഞൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷം പൊറുപ്പിക്കുന്ന നോമ്പാണ് അടുത്ത ബുധനാഴ്ചത്തെ നോമ്പ്. ഹജ്ജിനെന്നതിനെ പറ്റി പറഞ്ഞൊരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം. റസൂൽ പറയാണ്, അറഫയിൽ വന്ന ആളുകളെ അള്ളാഹു തആല മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരോട് ഇങ്ങനെ അഭിമാനം പറയുന്നതാണ്. ഹജ്ജ് കേൾക്കുന്നുണ്ടോ? അമ്മട്ടെ ജി ഫെക്കൂൽ അള്ളാഹ് പറയും, ഉള്ളറുവില ഇബാദി, എൻ്റെ അടിമകളിലേക്കൊന്ന് നോക്കിയാണ് നിങ്ങൾ. അത്തൗനി, അവരെൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഷുഖുസൻ ഉബറൻ, മുടി ചടക്കുത്തിയവരായും പൊടി വരണ്ടവരായും. യാത്രക്കാരല്ലേ, ഫ്രഷായിട്ടല്ലല്ലോ, മുടി വെട്ടണില്ല, നഖം വെട്ടണില്ല. കുളിക്കൊക്കെ ചെയ്യാട്ടോ, കുളിയൊക്കെ സുന്നത്തൊക്കെ ഒക്കെ ഉണ്ട്. ചില കുളികളൊക്കെ മുടിയൊന്നും അത്ര ഭൂഷണില്ല, എണ്ണ ഇടണില്ല. മുടിയൊക്കെ ഇങ്ങനെ ഇവിടെ എങ്ങനെ നടന്നിരുന്ന ആളാണ്. നല്ല രാവിലെയും വൈകുന്നേരം കണ്ടിട്ട് ഇങ്ങനെ ഒതുക്കി മുടിയൊക്കെ ഒതുക്കി നടന്നിരുന്ന ആളുകളല്ലേ. വെയിലത്ത് ഇങ്ങനെ ശരീരമൊക്കെ, കാരണം നല്ല കുപ്പായും തുണിയൊന്നും ഇട്ടിട്ടില്ല, ഡ്രസ്സൊന്നും ഇല്ലല്ലോ, ഒരു മുണ്ടൊരു തുണിയിലുള്ളൂ. അത് അള്ളാഹീനാണെങ്കിൽ ശരീരമൊക്കെ വെയിലത്തേക്ക് പ്രത്യക്ഷപ്പെടുന്ന നിലക്ക് വളരെ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണ് മലക്കളെ. അതുകൊണ്ട് ഉഷിരിക്കും, ഞാൻ നിങ്ങളെ സാക്ഷ്യത്താണ് അന്നീക്കത് ഗഫർത്തുലും ഓൽക്കൊക്കെ ഞാൻ പുറത്തു കൊടുത്തു. ഫതഖുൽ മലായിക്കത്തു. അപ്പം മലക്കുകൾ അള്ളാഹു തആലയോട് പറയും, ഇന്ന ഫീഹിം ഫുലാനൻ മുർഹക്കൻ, ഭയങ്കര ദോഷം ചെയ്തവരെ കൊണ്ട് പഠിച്ചനെ കൂട്ടത്തിൽ നിന്ന്. മലക്കൾ അള്ളഹാനോട്, അള്ളാഹ് പറയും, കത് ഗഫർത്തുലോ, ഓർക്കൊക്കെ പുറത്തു കൊടുത്തില്ല. ഞാൻ പറഞ്ഞു പുറത്തു കൊടുത്തു, എല്ലാവർക്കും പുറത്തു കൊടുത്തിരിക്കുന്നു പറയുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അറഫാ ദിനത്തോളം ആളുകൾക്ക് നരകമോക്ഷം ലഭിക്കുന്ന മറ്റു ദിവസം ഏതുമില്ല. ഇതിപ്പോൾ ആജിമാരെ പറ്റിയല്ലേ. അപ്പോൾ നമുക്കെന്താ നിങ്ങൾ ചോദിക്കും, കാണിച്ചു തരാം. ഒരരീശ്വരും പറഞ്ഞുതരാം. മാറുയ ഷെയ്ത്താനു, ഷെയ്ത്താൻ കാണപ്പെട്ടിട്ടേ ഇല്ല യൗമൻ, ഒരു നാളിലും. അവൻ ഏറ്റവും നിന്ദ്യനും വിരട്ടപ്പെട്ടവനും ഏറ്റവും കോപാകുലനുമായിട്ട് അവനെ കാണപ്പെട്ടൊരു ദിവസമില്ല. മിൻഹു ഫി യൗമി അറഫ, അറഫ ദിവസത്തെക്കാൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവൻ കാണുന്നു മിൻ തനസ്സുലി റഹ്മത്തി, അള്ളാഹിൻ്റെ അതിഗംഭീരമായ റഹ്മത്ത് ഇറങ്ങണത്, അതിഗുരുതരമായ പാപങ്ങൾ അള്ളാഹു തആല അന്ന് പുറത്തു വെക്കണതും അങ്ങനെ കാണാണ്. പിന്നെ അങ്ങനെ കാണപ്പെട്ടൊരു ദിവസം അവനുണ്ടായത് ബദറിൻ്റെ അന്നാണ്. അന്ന് ഇയാൾ ജിബ്രീലിനെ കണ്ടു. യസൗൽ മലായിക്കത്ത, മലക്കളെ നയിച്ചുകൊണ്ട് ജിബ്രീൽ വരുന്നത് കണ്ടപ്പോൾ വല്ലാതെ നിരാശനും സ്തബ്ധനുമായി നിലവിളിച്ചിട്ടുണ്ടായ ശൈത്താൻ. അങ്ങനെ പിന്നെ കൊല്ലം ഓനെ കാണപ്പെടുന്നൊരു ദിവസം ഈ അറഫൻ്റെ ദിവസമാണ്.